പൂച്ച മാന്തിയത് കൊണ്ട് റാബീസ് വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡോസ് എടുക്കാൻ പോവാണ് ഞാൻ. അല്ല ഇവിടെ എടിയാ പോന്നേ? മാമൻ്റെ ഓടി എടിയാ പോന്നേ? ടാറ്റാ. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. അവർ രാവിലെ 9 മണിക്ക് എത്താൻ പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും തറവാട്ടിലേക്ക് പോയതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ആനിലും മുളയും എടുക്കേണ്ടി വന്നു. പിന്നെ നേരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നല്ല കാഴ്ച കാണാം. വയലൊക്കെ ഉണ്ട് കുറേ. എനിക്കിഷ്ടമാണ് ഇതിലൂടെ പോവാൻ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതുവഴി നടന്നു പോവാറുണ്ട്, അൽഷുമോളും ഞാനും. ഇപ്പോൾ വെയിലായതുകൊണ്ട് ആനിലുമോക്ക് ഞാൻ ടർക്കിയൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. തൊപ്പി വെക്കുന്നത് ഇപ്പോൾ അവൾക്ക് ഇഷ്ടേയല്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തി പിന്നെ OP ടിക്കറ്റ് എടുത്തു, ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ വാക്സിനേഷൻ എടുക്കാൻ നമ്മൾ സമ്മതിക്കുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട ആ കിളിയും കിളിക്കൂടും ഒന്നും ഇന്ന് കാണാനില്ല. അവർ വൃത്തിയാക്കിയതാണെന്ന് തോന്നുന്നു. എൻ്റെ ടോക്കൺ നമ്പർ 50 ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ആ സമയം ഞാൻ ആനിലുമോളെ എടുത്ത് നിന്നു. ആനിലുമോൾക്ക് ചൂടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചൂടെടുത്തിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവളെയും കൊണ്ട് ഫാനിൻ്റെ അടുത്ത് നിന്നു. പിന്നെ എൻ്റെ അനിയനായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ പെട്ടെന്ന് അവിടുന്ന് ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ നേഴ്സിൻ്റെ റൂമിൽ പോയി ടോക്കനല്ല ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ടോ? എനിക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ എല്ലാം പേടിയുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലായിരുന്നല്ലോ കടിച്ചത്. അന്നെടുത്തപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇന്നിപ്പോൾ കൂളായി. 2 കൈയിലും ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. ആനിലും മോൾക്ക് എപ്പോൾ എൻ്റെ പേഴ്സ് കിട്ടിയാലും മൊത്തം പരിശോധിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കി എന്നോട് തുറന്നു കൊടുക്കാൻ പറയും. അങ്ങനെ കുറേ സമയം അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ടേ പോകാമെന്ന് പറഞ്ഞു സിസ്റ്റർ. അങ്ങനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. പെട്ടെന്നല്ല, ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്ന് ക്ഷീണമൊന്നും ആവുന്നില്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ കടയിൽ നിന്ന് സാധനവും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു.